പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ KSTU നടത്തിയ USS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക് സയൻസ് ആണ് പഠിക്കുന്നത്. KSTA KPSTA ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. പേപ്പർ 2 പാർട്ട് B ആണ് ബേസിക് സയൻസ്, പാർട്ട് A ഇംഗ്ലീഷാണ്. അതിൽ തുടർച്ചയായിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ഗ്രൂപ്പ്? A നിശാന്തത, വിറ്റാമിൻ B ക്യാരറ്റ് ഇലകൾ, B ഗോയിറ്റർ അയഡിൻ കടൽ മത്സ്യങ്ങൾ, C സ്കർവി വിറ്റാമിൻ A തേങ്ങ എള്ള് നിലക്കടല, D അനീമിയ വിറ്റാമിൻ D സൂര്യപ്രകാശം ധാന്യങ്ങൾ. ആൻസർ B ഗോയിറ്റർ അയഡിൻ കടൽ മത്സ്യങ്ങൾ. 17 താഴെ കൊടുത്ത രീതിയിൽ പെരിസ്കോപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക? ആൻസർ C ആണ്. വസ്തുവിൻ്റെ പ്രതിബിംബം തലകീഴായിട്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഓർഗാനിക് ആസിഡുകളുടെ ഗ്രൂപ്പ്? A സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, B ഫോർമിക് ആസിഡ് അസറ്റിക് ആസിഡ് ഓസ്കാലിക് ആസിഡ്, C ടാർട്ടാറിക് ആസിഡ് അസറ്റിക് ആസിഡ് നൈട്രിക് ആസിഡ്, D ഹൈഡ്രോക്ലോറിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ B. കൗമാര കാലഘട്ടത്തിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A കൊഴുപ്പ് അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം, B കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം, C പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം, D നാരടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം. ആൻസർ ഓപ്ഷൻ C പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം. 20 മിശ്രിതങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണ് സ്വേദനം. ഈ മാർഗം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതത്തിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? ഓപ്ഷൻ A പദാർത്ഥങ്ങൾ രണ്ടും തമ്മിൽ ലയിച്ചു ചേരുന്ന ദ്രാവകങ്ങളായിരിക്കും, B പദാർത്ഥങ്ങളിൽ ഒന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും, ഖരപദാർത്ഥം ലയിക്കുന്നതായിരിക്കും, C പദാർത്ഥങ്ങൾ രണ്ടും ദ്രാവകങ്ങളും ലയിച്ചു ചേരാത്തവയുമായിരിക്കും, D പദാർത്ഥങ്ങളിൽ ഒന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും, ഖരപദാർത്ഥം ലയിക്കാത്തതായിരിക്കും. മക്കൾ ചോദ്യങ്ങളും ഓപ്ഷൻസൊക്കെ നന്നായിട്ട് വായിക്കണം കേട്ടോ, നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ D ആണ്. എയും ബിയും ആൻസറാണ്. A പദാർത്ഥങ്ങൾ രണ്ടും ലയിച്ചു ചേരുന്ന ദ്രാവകങ്ങളായിരിക്കും, B പദാർത്ഥങ്ങളിൽ ഒന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും, ഖരപദാർത്ഥം ലയിക്കുന്നതായിരിക്കും. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം? ആൻസർ D ആണ്. കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. 22 ഒരു അധാര്യ വസ്തുവിന് നീല നിറമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻ B ആണ്. വസ്തു നീല നിറത്തെ പ്രതിഫലിപ്പിക്കുന്നു. 23 ഒരു തടാകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹോട്ടലിൻ്റെ പ്രതിബിംബം തടാകത്തിലെ നിശ്ചലമായ ജലോപരിതലത്തിൽ പ്രതിഫലിച്ചു കാണുന്നു. ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ് താഴെ കൊടുക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത്? A പ്രതിബിംബം തല തിരിഞ്ഞാണ് കാണുന്നത്, B പ്രതിബിംബത്തിന് വസ്തുവിനേക്കാൾ വലുപ്പമുണ്ടായിരിക്കും, C പ്രതിബിംബം പാർശ്വിക വിപര്യായം കാണിക്കുന്നു, D ജലോപരിതലം ഇളകുമ്പോൾ പ്രതിബിംബവും ഇളകുന്നതായി തോന്നുന്നു. ആൻസർ D പ്രതിബിംബത്തിന് വസ്തുവിനേക്കാൾ വലിപ്പമുണ്ടായിരിക്കും. 24ാമത്തെ ക്വസ്റ്റ്യന്, തെർമോമീറ്ററിൽ A എന്ന ഭാഗത്തായിരുന്നു അന്തരീക്ഷ താപനില കാണിച്ചിരുന്നത്. തെർമോമീറ്റർ ഒരു ദ്രാവകത്തിൽ വെച്ചപ്പോൾ മെർക്കുറി B എന്ന ലെവലിലേക്ക് മാറി എങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? A അന്തരീക്ഷ താപനില ദ്രാവകത്തിൻ്റെ താപനിലയേക്കാൾ കുറവാണ്, അന്തരീക്ഷ താപനിലയും ദ്രാവകത്തിൻ്റെ താപനിലയും തുല്യമാണ്, C അന്തരീക്ഷ താപനില ദ്രാവകത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്, D ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ C. 25 വീടുകളിലെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറുകളിൽ ചെമ്പു കമ്പികളും അതിനെ പൊതിഞ്ഞൊരു പോളിമർ കവചവുമുണ്ട്. ഇവയിൽ A ചെമ്പു കമ്പി ഇൻസുലേറ്ററും കവചം ചാലകവുമാണ്, B ചെമ്പു കമ്പി ചാലകവും കവചം ഇൻസുലേറ്ററുമാണ്, C ചെമ്പു കമ്പിയും കവചവും ചാലകങ്ങളാണ്, D ചെമ്പു കമ്പിയും കവചവും ഇൻസുലേറ്ററുകളാണ്. ആൻസർ B ചെമ്പു കമ്പി ചാലകവും കവചം ഇൻസുലേറ്ററുമാണ്. 26 താഴെ പറയുന്നവയിൽ നിന്നും കൃത്രിമ പരാഗണ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ D പൂക്കളെ വല ഉപയോഗിച്ച് മൂടിക്കെട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഒരു ജലസ്രോതസ്സിലെ ഉപരിതലത്തിലുള്ള വെള്ളം സൂര്യപ്രകാശത്താൽ ചൂടാകപ്പെടുന്നു. പക്ഷേ അടിയിലെ വെള്ളം ചൂടാകുന്നില്ല. കാരണം എന്ത്? ഓപ്ഷൻ എ, ചാലകത്തിലൂടെയും സംവഹനത്തിലൂടെയും വളരെ ചെറിയ അളവിലുള്ള താപം അടിയിലേക്ക് എത്തുന്നു. ബി, സംവഹനത്തിലൂടെയും വികിരണത്തിലൂടെയും വളരെ ചെറിയ അളവിലുള്ള താപം അടിയിലേക്ക് എത്തുന്നു. സി, ചാലകത്തിലൂടെയും വികിരണത്തിലൂടെയും വളരെ ചെറിയ അളവിലുള്ള താപം അടിയിലേക്ക് എത്തുന്നു. ഡി, ചാലകം, സംവഹനം, വികിരണം എന്നിവയിലൂടെ താപം അടിയിലേക്ക് എത്തുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചാലകം, സംവഹനം, വികിരണം എന്നിവയിലൂടെ താപം അടിയിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് അടിയിലെ വെള്ളം ചൂടാവാത്തത്. 28. നേർപ്പിച്ച കാസ്റ്റിക് സോഡ ലായനിയിൽ ഏതാനും തുള്ളി ഫിനോഫ്തലിൻ ചേർത്ത് ഇതിൽ ഒരു സ്ട്രോ താഴ്ത്തി വെച്ച് ശക്തിയായി ഊതിയപ്പോൾ ഉണ്ടായ മാറ്റം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ എ, പിങ്ക് നിറം നഷ്ടപ്പെട്ട് നിറമില്ലാതായിത്തീരുന്നു. 29ാമത്തെ ക്വസ്റ്റ്യന്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രനെ നേരെ തലയ്ക്കു മുകളിൽ കാണാമെങ്കിൽ അതിൻ്റെ ആകൃതി എന്തായിരിക്കും? ആൻസർ ബി. 30. കോശമർവമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, രക്തത്തിൽ ധാരാളം കാണപ്പെടുന്നു, മുകളിൽ കൊടുത്ത പ്രസ്താവനകളുമായി ബന്ധമുള്ളത്? ഓപ്ഷൻ എ, ചുവന്ന രക്താണുക്കൾ, ബി, വെളുത്ത രക്താണുക്കൾ, സി, പ്ലേറ്റ്ലെറ്റുകൾ, ഡി, പ്ലാസ്മ. ആൻസർ ഓപ്ഷൻ എ, ചുവന്ന രക്താണുക്കൾ. സൂര്യോദയം കിഴക്കും സൂര്യാസ്തമയം പടിഞ്ഞാറും ആവാനുള്ള കാരണം എന്താണ്? എ, ഭൂമിയുടെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ബി, ഭൂമിയുടെ ഭ്രമണം തെക്ക് നിന്ന് വടക്കോട്ടാണ്. സി, ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഡി, സൂര്യൻ ഭൂമിയെ ചുറ്റുന്നത് കൊണ്ട്. ആൻസർ ഓപ്ഷൻ സി, ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. 32. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, മാവിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നു. ബി, തെങ്ങിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നു. സി, ജാതിമരത്തിൽ ആൺപൂവും പെൺപൂവും ഒരേ സസ്യത്തിൽ കാണുന്നു. ഡി, പനയിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നു. ആൻസർ ഓപ്ഷൻ ഡി, പനയിൽ ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നു. 33. മുതുക് മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്ന ശാരീരിക വൈകല്യത്തെ എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ എ, കൈഫോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ വേർതിരിക്കൽ രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ഘടകപദാർത്ഥങ്ങളുടെ വലിപ്പ വ്യത്യാസം, ബി, ഘടകപദാർത്ഥങ്ങളുടെ ആകൃതി വ്യത്യാസം, സി, ഘടകപദാർത്ഥങ്ങളുടെ ഭാരവ്യത്യാസം, ഡി, ഘടകപദാർത്ഥങ്ങളുടെ നിറവ്യത്യാസം. ആൻസർ ഓപ്ഷൻ സി, ഘടകപദാർത്ഥങ്ങളുടെ ഭാരവ്യത്യാസം. 35ാമത്തെ ക്വസ്റ്റ്യന്, സോളാർ പാനലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഓപ്ഷൻ എ, പ്രകാശോർജം രാസോർജമായി മാറുന്നു. ബി, താപോർജം വൈദ്യുതോർജമായി മാറുന്നു. സി, പ്രകാശോർജം താപോർജമായി മാറുന്നു. ഡി, പ്രകാശോർജം വൈദ്യുതോർജമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രകാശോർജം വൈദ്യുതോർജമായി മാറുന്നു. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും LSS USS ക്ലാസ്സുകളും നൽകുന്നുണ്ട് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.